ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലാലേട്ടന്റെ ഒരു പ്രോമോ വന്നിട്ടുണ്ട്. നാളെയാണ് വീക്കെൻഡ് എപ്പിസോഡ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാലേട്ടന്റെ പ്രോമോ വന്നിട്ടുണ്ട്. ആദ്യം എവിക്ഷൻ റിലേറ്റഡ് ഒരു പ്രോമോ വന്നിരുന്നു, പിന്നെയാണ് ലാലേട്ടന്റെ ഈ ഒരു പ്രോമോ വന്നത്. ബിഗ് ബോസ് വീട് വികാര നിർഭരമായ ഒരു ആഴ്ചയായിരുന്നു ഇത്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കണ്ട സമയത്ത് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ബിഗ് ബോസ് സമ്മാനിച്ചത്. പിന്നെ മട്ടന്റെ പേര് പറഞ്ഞുള്ള അടി, ഹൽവയുടെ പേര് പറഞ്ഞുള്ള അടി, ഈ രീതിയിലൊക്കെ ലാലേട്ടൻ ഈ ഒരു പ്രോമോയ്ക്ക് അത് പറയുന്നുണ്ട്. ലാലേട്ടൻ മടുത്തു, സഹികെട്ടു എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രോമോയാണ് കേട്ടോ. മട്ടനോ അയ്യേ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ഈ ഒരു പ്രോമോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ കമന്റ് സെക്ഷൻ ആയിരുന്നു രസം. ശരിക്കും ഈ കമന്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അത്രയധികം ക്വാളിറ്റി വെച്ച് പുലർത്തി അവിടെ ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ഒറിജിനൽ സ്വഭാവം കാണിച്ച് വളരെ മികച്ച രീതിയിൽ അവിടെ ഗെയിം കളിച്ചു നിന്നൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ പലർക്കും തോന്നുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കിടയിലെ പലർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ ജിസേലിന് പുറത്തായി എന്നുള്ളത് പലർക്കും വിശ്വസിക്കാനായിട്ടില്ല. അത് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനാണോ, അതോ എന്തുകൊണ്ടാണ്, എന്ത് ബേസിസിലാണ് ജിസേലിനെ പുറത്താക്കിയത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ്സ് നമുക്ക് ഈ ഒരു കമന്റ് സെക്ഷനിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ജിസേലിനെ പുറത്താക്കിയതിൽ ഒരുപാട് പ്രേക്ഷകർ വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ പ്രോമോയുടെ കമന്റ് സെക്ഷനിൽ ഫുൾ കാണാനായിട്ട് പറ്റുന്നത്. പ്രോമോ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഈ കമന്റ്സ് വായിച്ച് അങ്ങ് പോയി, എവിടെയോ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ജിസേലിന് അത്രയധികം ആരാധകരുണ്ടായിരുന്നു. ജിസേൽ അത്രയും മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പുറത്താവേണ്ടവരായിട്ടുള്ള അവിടെ പലരും ഉണ്ട്. ജിസേൽ ഇപ്പൊ പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല. ടോപ്പ് 5 ടോപ്പ് 6 നിൽക്കാൻ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണെന്നാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. അത്രയും മികച്ച രീതിയിലാണ് ജിസേൽ ഗെയിം കളിച്ച് വന്നത്. എവിടെയൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ആ പാളിച്ചകളൊക്കെ വർക്ക് ചെയ്ത് ജിസേൽ നല്ല രീതിയിൽ കളിച്ച് വീണ്ടും മുന്നേറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോമോയ്ക്കടിയിലെ #bring back ജിസേൽ. അതുമായിട്ട് ഞാൻ യോജിക്കുന്നു. ജിസേലിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം പ്ലീസ്. അത്രയും നല്ല പ്ലെയർ ആണ്. അനുമോളുമായിട്ട് അത്രയധികം നല്ല രീതിയിലുള്ള ഒരു റൈവൽറി കോംബോ, എതിരാളിയായിട്ട് നിന്നിട്ടാണെങ്കിലും അനുമോൾക്ക് ഓപ്പോസിറ്റ് നിന്ന് കളിച്ച് അത്രയധികം വലിയൊരു ലൈം ലൈറ്റ് ആണ് ജിസേലിന് ലഭിച്ചത്. അപ്പൊ അനുമോൾക്ക് അത്രയും ഒരു സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മെയിൻ റീസൺ ജിസേൽ തന്നെയാണ്. അപ്പോൾ അത്രയും നല്ല ഒരു എതിരാളി ഒക്കെ ഉള്ള ഒരു ഗെയിം കളിച്ച് മുന്നേറിയ ഒരു മത്സരാർത്ഥിയാണ്. അല്ലാതെ അവിടെ വേറെ പലരെയും വാഴയെ പോലെ കുത്തിയിരുന്ന് മറ്റേ ഇളി വിളിച്ചോണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഗെയിമറൊന്നും അല്ല ഈ ജിസേൽ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ജിസേലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരണമെന്നേ എനിക്ക് അണിയറ പ്രവർത്തകരോട് പറയാനുള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.